DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 29 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമായി. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് തുടരുകയാണ്. പവന് 680 രൂപയാണ് കുറഞ്ഞത്. 1,04,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 85 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാമിന് 13,110 രൂപയാണ് ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്: കേരളത്തിലെ ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുകയാണ്. ഇനി മുതൽ ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷയും ലൈസൻസ് സസ്പെൻഷനും ഉണ്ടാകും. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനം ഓടിക്കുകയോ പിൻസീറ്റിൽ യാത്ര ചെയ്യുകയോ ചെയ്താൽ 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം 1 ദിവസത്തെ നിർബന്ധിത പരിശീലന ക്ലാസ്സിലും പങ്കെടുക്കേണ്ടി വരും. റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് 6 മാസത്തെ സസ്പെൻഷനും 3 ദിവസത്തെ ക്ലാസും ലഭിക്കും. അമിത വേഗത, റേസിംഗ്, മദ്യപിച്ചുള്ള ഡ്രൈവിംഗ്, ആംബുലൻസ് പോലുള്ള അടിയന്തര സർവീസ് വാഹനങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാതിരിക്കൽ എന്നിവയ്ക്കും കടുത്ത ശിക്ഷാ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്: ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ ഘടനാപരമായ മാറ്റങ്ങളോടെ പുതിയ പരിഷ്കാരം വരികയാണ്. ജൂലൈ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന പുതിയ മിഷൻ നിലവിൽ വരികയാണ്. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള വാർഷിക തൊഴിൽ ദിനങ്ങൾ 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ പദ്ധതിയുടെ ഫണ്ട് വിനിയോഗം 60:40 എന്ന അനുപാതത്തിലായിരിക്കും. അതായത് ചിലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഇനി മുതൽ പരമ്പരാഗത ജോലികൾക്ക് പുറമെ ഗ്രാമീണ മേഖലയിൽ സ്ഥിര ആസ്തികൾ നിർമ്മിക്കുന്നതിനും കാർഷികാനുബന്ധ വികസനങ്ങൾക്കും മുൻഗണന നൽകും. സ്ത്രീ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ തുടരുമെങ്കിലും അഴിമതി തടയാൻ ആധാർ അധിഷ്ഠിത പണമിടപാടുകളും ഡിജിറ്റൽ ഹാജർ രേഖകളും കർശനമാക്കും. പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ നിലവിലെ തൊഴിലാളികളുടെ തൊഴിൽ കാർഡുകൾ പെട്ടെന്ന് റദ്ദാക്കപ്പെടുകയില്ല. എങ്കിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉള്ളതിനാൽ എല്ലാവരും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും തൊഴിൽ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത അറിയിപ്പ്: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി പൊതുവിഭാഗത്തിലെ വെള്ള കാർഡുകാരും സബ്സിഡി വിഭാഗത്തിലെ നീല കാർഡുകാരുമായ സാധാരണക്കാർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അവസരം എത്തിയിരിക്കുകയാണ്. ഇതിനായുള്ള ഓൺലൈൻ അപേക്ഷാ പോർട്ടൽ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ജൂലൈ 17 വരെ അപേക്ഷിക്കാം. സ്വന്തമായി 4 ചക്ര വാഹനമുള്ളവർ, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, പ്രതിമാസ വരുമാനം 25,000 രൂപയ്ക്ക് മുകളിലുള്ളവർ എന്നിവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ജൂലൈ 17 വരെയാണ് BPL പിങ്ക് കാർഡിലേക്ക് അപേക്ഷിക്കുവാനുള്ള സമയം. അതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.